ചേട്ടാ, ഞാൻ സിദ്ധാർത്ഥൻ സാറിനെ കണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളൂ. എവിടെയുണ്ട് അച്ഛൻ? അവിടെ ശിവക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, അവിടെയുള്ളത്. ഈശ്വര, രജനി എവിടെ? അകത്തുണ്ട്. വലിയ ദേഷ്യത്തിലാ. ഓ, രജനി, എന്തിനിങ്ങനെ കരയുന്നു? രജനി, എന്താ എന്താ പറ്റിയേ? വിവാഹം കഴിഞ്ഞിട്ട് ഒറ്റ ദിവസമല്ലേ ആയിട്ടുള്ളൂ ഗിരി. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? ഞങ്ങൾ കാരണം ഗിരീഷിനും അമ്മയ്ക്കും ഒക്കെ നാണക്കേടായില്ലേ? അതോർത്ത രജനിയും. എന്ത് നാണക്കേട്? ആർക്കും ഒരു നാണക്കേടും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ശരിയും തെറ്റൊക്കെ വൈകാതെ അറിയും. രജനി വാ, നമുക്ക് പോവാം. പോകാനോ? ഇവിടുത്തെ കാര്യങ്ങൾ ഗിരിക്ക് അറിയില്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ തന്റെ അച്ഛനും അമ്മയും കൂടെ തീർത്തോളും. വാ, നമുക്ക് പോവാം. അത് മതി ചേച്ചി. ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. മാഡം, ഞാൻ സാറിനെ കണ്ടിരുന്നു. ആകെ തകർന്ന അവസ്ഥയിലാ സാർ. കുറച്ചു ദിവസത്തേക്ക് ഓരോന്ന് ചോദിച്ച് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ബുദ്ധിമുട്ടിലായത് സിദ്ധുവാണോ ഞങ്ങളാണോ? അത് ഗിരീഷ് പറ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, തീർച്ചയാ. കാര്യങ്ങളൊക്കെ വൈകാതെ തെളിയും. എന്തായാലും ഞങ്ങൾ ഇറങ്ങാം. രജനി വാ. ഇല്ല, അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ വരില്ല. രജനി, നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പോവാം. ഈ പ്രശ്നം ഉറപ്പായിട്ടും വൈകാതെ അവസാനിക്കും. അനാവശ്യമായ സംസാരമാണ് ഏത് പ്രശ്നത്തെയും വലുതാക്കുന്നത്. രജനി വാ. ഇല്ല, ഞാൻ വന്ന ശരിയാവില്ല. ചേച്ചി, ചേച്ചി ചെല്ല് പ്ലീസ്. അങ്ങനെ ഒരാളെ നിർബന്ധിച്ചിട്ട് വരണ്ട. പൂർണ്ണ സമ്മതത്തോടെയാണെങ്കിൽ വന്നാൽ മതി. ഗിരി, ഞാൻ അതെ, എന്റെ ഭാര്യ ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്ന പെണ്ണാവണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറാനും പ്രവർത്തിക്കാനും കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രജനിയെ ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ താൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇറങ്ങോ? വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഗിരീഷേ, മോൾക്ക് സങ്കടമായിട്ടാ. നാളെ ഞാൻ അങ്ങോട്ട്. വേണ്ട, ഞാൻ ഗിരിയോടൊപ്പം പോവും അമ്മേ. ശരി മാഡം. അമ്മേ, ഞാനെന്നാ എന്നാ ഇറങ്ങിക്കോ മോളെ, അമ്മ വിളിച്ചോളാം. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.